നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായെന്നല്ല, ഈ അഭിജിത്ത് ദീപ്കെ എന്ന ഒരു വിഷജന്തു ഭാരതത്തിൽ വന്നിറങ്ങി ജൻസി കലാപം ഭാരതത്തിൽ ഞാനുണ്ടാക്കി കാണിച്ചു തരാമെന്നുള്ള പ്രഖ്യാപനത്തോടുകൂടി ജന്തർ മന്ദറിൽ പോയി കുത്തിയിരിപ്പ് തുടങ്ങിയ ദിവസം മുതൽ തന്നെ ഇത് വലിയ പ്രശ്നമാകാൻ പോവുകയാണ്. മോദി വിറയ്ക്കും, അമിത്ഷാ ഓടും, യോഗി നാടുവിടും എന്നൊക്കെ രീതിയിലുള്ള പല വാർത്തകളും ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. പ്രത്യേകിച്ച് ഈ ഏഷ്യാനെറ്റ് ന്യൂസിലെ എഡിറ്റോറിയൽ ഡെസ്ക്, അതിലെ ഒരു ഭൂരിഭാഗം പേരും രാജ്യവിരുദ്ധരാണെന്ന് ഞാൻ ആരോപിക്കില്ല, പക്ഷെ BJP വിരുദ്ധരാണ്. BJP വിരുദ്ധരാകുന്നത് കൊണ്ടൊരാൾ രാജ്യവിരുദ്ധനാകുന്നില്ല. ഞാനിപ്പോൾ കോൺഗ്രസ് വിരുദ്ധനാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ എങ്ങനെ കേരള വിരുദ്ധനാകുന്നില്ലയോ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഒരു മതവർഗീയ പാർട്ടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മാത്രം ഞാനൊരു മതേതരനല്ലാതാകുന്നില്ല. മതേതരനല്ല ഞാൻ, അത് വ്യക്തിപരമായ കാര്യം. അല്ലെങ്കിൽ ഈ സാമൂഹ്യ ബോധമില്ലാത്ത ഒരു ആൻറ്റി കേരളം വ്യക്തിയാകുന്നില്ല. ഇപ്പോൾ കേരളമാണല്ലോ, കേരള അല്ലല്ലോ, ആൻറ്റി കേരളമാകുന്നില്ല ഞാൻ. അതുപോലെ തന്നെ BJP വിരുദ്ധത എന്നുള്ളത് രാജ്യവിരുദ്ധതയല്ല. പക്ഷേ BJP വിരുദ്ധതയുടെ മറവിൽ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത്, അരാജകത്വം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നത്, അത്തരത്തിലുള്ളൊരു അരാജകത്വത്തിൻ്റെ സൃഷ്ടിയിലൂടെ മാത്രമേ നരേന്ദ്രമോദിയെ പോലുള്ളൊരു പ്രധാനമന്ത്രിയെ താഴെ ഇറക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നത്, അത് ശുദ്ധമായ രാജ്യദ്രോഹം തന്നെയാണ്. അത്തരത്തിലുള്ളൊരു മനോഭാവത്തിലാണ് ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് ഡെസ്കിലെ ഭൂരിഭാഗം പേരും പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു നിരീക്ഷണം. അതുകൊണ്ട് തന്നെ ഈ പാറ്റാസ് പ്രക്ഷോഭത്തെ പല രീതിയിൽ അവർ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. മൂക്കിൽ വളയമിട്ടതും വളയമിടാത്തതുമായിട്ടുള്ള നിരവധി റിപ്പോർട്ടർമാരെ, പ്രത്യേകിച്ച് കുറച്ച് ദിവസങ്ങൾ കൂടി ഇങ്ങോട്ടേക്ക് അടുക്കുമ്പോൾ പ്രശാന്ത് രഘുവംശത്തിനെ പോലുള്ള സീനിയർ റിപ്പോർട്ടർമാരെ എല്ലാം അവർ ജന്തർ മന്ദറിന് ചുറ്റും വിന്യസിച്ചിട്ടുണ്ട്. 300 മലയാളി മാധ്യമ പ്രവർത്തകർ ജന്തർ മന്ദറിൻ്റെ ചുറ്റും പക്കോടയും ബ്രെഡ് പക്കോടയും സമോസയും ഒക്കെ ഓസിന് കിട്ടുന്നത് കഴിച്ച് അവിടെ കഴിയുന്നുണ്ട്. ഈ പ്രക്ഷോഭം എന്തെങ്കിലും കത്തിപ്പിടിക്കുമോ എന്നുള്ള രീതിയിൽ. ഈ സംഘർഷമുണ്ടായ വേളയിൽ അടികൊള്ളാതെ മാറി നിന്നു എന്നുള്ളതല്ലാതെ ഈ സംഘർഷത്തിൻ്റെ നേരിട്ടുള്ള ഒരു വിഷ്വലുകളും ഇവർ പ്രചരിപ്പിച്ചില്ല. അടികൊള്ളാതെ മാറി നിന്നത് മാത്രമല്ല അവിടുത്തെ കാര്യം. കാരണം ഈ സംഘർഷം ഉണ്ടാക്കിയതും കല്ലെറിയുന്നതും ആരാണ്, കൃത്യമായിട്ട് എവിടെയാണ് ഈ സംഘർഷം തുടങ്ങിയത്, പോലീസ് എങ്ങനെ നടപടികളിലേക്ക് കടക്കുവാനായിട്ട്, ലാത്ത് ചാർജും ടിയർ ഗ്യാസ് പ്രയോഗവും ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുവാൻ പോലീസ് എങ്ങനെ നിർബന്ധിതരായി എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിഷ്വൽസ് ഒന്നും ഇവർ പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ഡൽഹി പോലീസിൻ്റെ കയ്യിൽ അതിൻ്റെ വീഡിയോകളും കൃത്യമായിട്ടുണ്ട്. അതിലൊക്കെ ആരൊക്കെയാണ്, ഏതൊക്കെ മാധ്യമപ്രവർത്തകരാണ് എവിടെയൊക്കെ നിന്നിരുന്നത്, കേരള ഹൗസിൻ്റെ ചുറ്റുവട്ടത്ത് നിന്നിരുന്നത് ആരാണ് എന്നുള്ളതെല്ലാം ഡൽഹി പോലീസിൻ്റെ പരിഗണനയിലുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങോട്ടേക്കുള്ള മാധ്യമ പാസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ പിടുത്തം വീണേക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ ഇവർ പറയുന്ന പോലെ ഏകാധിപതി ആയിരുന്നെങ്കിൽ പണ്ടേ അത് ചെയ്യേണ്ടതാണ്, രാജ്യസുരക്ഷയുടെ പേരും പറഞ്ഞ്. പിന്നെ സുപ്രീം കോടതിയില്ല, അത് കാണാമെന്ന് വിചാരിക്കാം. പക്ഷെ അവരത് ചെയ്യില്ല, അത് മറ്റൊരു ദൗർഭാഗ്യകരമായ കാര്യം. പക്ഷേ അതൊരു ജനാധിപത്യ രീതിയാണെന്നുള്ളത് കൊണ്ട് തന്നെ അത് നാം അംഗീകരിച്ചേ മതിയാവുള്ളൂ, ഇവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. ഇനി മാധ്യമപ്രവർത്തകരിലേക്ക് തിരിച്ചു വന്നാൽ അത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങളോടൊപ്പം തന്നെ ഇവർ നിരന്തരമായി പറയുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ആഖ്യാനമുണ്ട്. ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ ദിവസവും രാവിലെയുള്ള പണി ഒരു ചുറ്റികയും ഒളിയുമായിട്ട് എടുത്ത് ഇറങ്ങി നീറ്റ് പരീക്ഷയുടെ സംവിധാനങ്ങളെല്ലാം ഒരു വശത്ത് നിന്ന് പൊളിച്ചടുക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, നീറ്റിൻ്റെ നടത്തിപ്പ് തന്നെ ആകെ അവതാളത്തിലാണ്. ചോദ്യപേപ്പർ ചോർന്ന് പ്രശ്നങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത്. 2024 മുതൽ ചില്ലറ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങൾ പറഞ്ഞ് ഇന്ന് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ തന്നെ തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. അതിൽ മനസ്സിലാകും എന്തുകൊണ്ടാണ്, ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്തമെല്ലാം ധർമ്മേന്ദ്ര പ്രധാൻ എന്നുള്ളൊരു വ്യക്തിയുടെ മേൽ തന്നെ ചുമത്തി നീറ്റ് പരീക്ഷാ സംവിധാനം ആകപ്പാടെ അവതാളത്തിലായി കിടക്കുകയാണ് എന്നുള്ളൊരു ആഖ്യാനം ഏഷ്യാനെറ്റ് ന്യൂസ് നിരന്തരമായി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വയ്ക്കുന്നുണ്ട്. ശരി, വെച്ചോളൂ, അതവരുടെ മാധ്യമ സ്വാതന്ത്ര്യം. പക്ഷേ അതിനോടൊപ്പം തന്നെ യാതൊരു എളുപ്പമില്ലാതെ, യാതൊരു ലജ്ജയുമില്ലാതെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ നീറ്റ് വിജയഗാഥ പരസ്യമായി അവർ സംപ്രേഷണം ചെയ്യുന്നതുകൊണ്ട്, ഇടയ്ക്കിടെ സംപ്രേഷണം ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ചില ചിത്രങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഒരു വീഡിയോയുടെ ഒരു ചെറിയ ഭാഗവും, കാരണം പരസ്യമായതുകൊണ്ട് കൂടുതൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതുമില്ല. ആ ഒരു സ്ഥാപനത്തിൻ്റെ പേരും പറയുന്നത് അത്ര ശരിയല്ല, എന്നാൽ പോലും ഒന്ന് മറച്ച രീതിയിൽ കാണിക്കാം. മുഴുവനായിട്ടുള്ള വീഡിയോ തത്വമയി ന്യൂസിൻ്റെ കയ്യിലുണ്ട്, എന്നാലും ഇത് നടക്കുന്നുണ്ട് അവിടെ.
ഒരു കാര്യം പ്രേക്ഷകരോട് ഞാൻ ആദ്യമേ പറയാം. മോദി വിറച്ചു, മോദിക്ക് താക്കീത് എന്നുള്ള വലിയ വെണ്ടയ്ക്ക വാർത്ത കമ്മ്യൂണിസ്റ്റ് പ്രക്ഷോഭങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമുള്ള കമ്മ്യൂണിസ്റ്റ് സമരങ്ങളെക്കുറിച്ച്, രാജ്യം നിശ്ചലമെന്നൊക്കെ വാർത്ത കൊടുക്കുന്ന ദേശാഭിമാനി തന്നെ മുൻ പേജിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ വിജയത്തെ സംബന്ധിച്ചുള്ള ഫുൾ പേജ് പരസ്യം കൊടുക്കും. പരസ്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന് വാർത്തയുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമുള്ള കാര്യമല്ല. കാരണം പരസ്യം എന്നുള്ളത് പത്രത്തിൻ്റെയും മറ്റ് മാധ്യമങ്ങളുടെയും വരുമാന സ്രോതസ്സാണ്. അതിൽ പലപ്പോഴും ചില വിട്ടുവീഴ്ചകൾ ചെയ്യുകയോ കണ്ണടയ്ക്കലുകൾ ചെയ്യുകയോ, ചിലപ്പോൾ ന്യൂസ് ഡെസ്കിന് യാതൊരു ബന്ധവുമുള്ളൊരു സംഭവമായിരിക്കില്ലേ പരസ്യം എന്നുള്ളത്. പക്ഷേ ദേശാഭിമാനിയെ പോലുള്ള പത്രങ്ങൾ ഈ മോദി വിറച്ചു താക്കീത് എന്നുള്ളതിൻ്റെ ഒപ്പം മോദി സർക്കാരിൻ്റെ വിജയഗാഥയെക്കുറിച്ചുള്ള ഫുൾ പേജ് പരസ്യം ഒരേ ദിവസം തന്നെ കൊടുത്തെന്ന് വരും. പക്ഷെ മറ്റ് മാധ്യമങ്ങൾ അതിലെങ്കിലും ഒരു ശ്രദ്ധ പുലർത്തും. കാരണം അവരുടെ പ്രധാന വാർത്ത മോദി സർക്കാരിനെതിരെ ഉള്ളതാണെങ്കിൽ മോദി സർക്കാരിൻ്റെ ഒരു പരസ്യം അവർ കൊടുക്കില്ല. പ്രധാന വാർത്ത നീറ്റ് സംവിധാനത്തിൻ്റെ സമ്പൂർണ്ണ പരാജയമാണെങ്കിൽ ആ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീറ്റ് വിജയഗാഥ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, അവിടെ പഠിച്ചവരെല്ലാം തന്നെ നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടി എന്നുള്ള പരസ്യം സാമാന്യബോധമുള്ളവർ കൊടുക്കില്ല. സാമാന്യബോധത്തെ ചിലപ്പോൾ പരസ്യത്തോടുള്ള, പണത്തോടുള്ള ആർത്തി മറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കവച്ചു വയ്ക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തേക്കാം. ഏഷ്യാനെറ്റ് ന്യൂസും അത് തന്നെയാണ് ചെയ്യുന്നത്. അത് അവരുടെ ഒരു ഇരട്ടത്താപ്പെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആക്രാന്തമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് നാം ജാഗരൂകരായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ രാജ്യവിരുദ്ധതയാണ്. BJP വിരുദ്ധത ആവോളം പറഞ്ഞോളൂന്നേ, ഒരു പ്രശ്നവുമില്ല. BJP ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഓരോ വാർത്താ സംപ്രേഷണവും ഓരോ പരിപാടികളും നിങ്ങൾ തുടങ്ങിക്കോളൂ. അതിന് യാതൊരു പ്രശ്നവുമില്ല. BJP നിങ്ങൾ ഇഷ്ടപ്പെടരുത്. നിങ്ങൾ എന്ന് BJP ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നോ അന്ന് വേണം BJPയെ ബാക്കിയുള്ളവർക്ക് വെറുത്തു തുടങ്ങാൻ. കാരണം അത് അപകട സൂചനയാണ്. പക്ഷേ BJP വിരുദ്ധതയ്ക്ക് അപ്പുറത്തേക്ക് രാജ്യത്തെ തന്നെ കുഴപ്പങ്ങളിലേക്ക്, അല്ലെങ്കിൽ കുഴപ്പങ്ങളിൽ നിന്ന് കുഴപ്പങ്ങളിലേക്ക് തള്ളിവിടുവാനുള്ളൊരു ശ്രമം. കേരളത്തിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ കൊണ്ടെന്താണ് TRP കൂടുക മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കേരളത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ അനുരണങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് JNU പോലുള്ള സർവകലാശാലയിലാണ്. മലയാളികൾ തന്നെ നേതൃത്വം നൽകുന്ന നിരവധി രാജ്യവിരുദ്ധ ചെറുകിട ഈ പോക്കറ്റ് ഗ്രൂപ്പുകൾ അവിടെ ഉള്ളതാണ്. അവയുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും ഇത്തരത്തിലുള്ള വാർത്തകൾ സജീവമാക്കുന്നതെന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും ഇവർക്ക് നേരമില്ല, അവർക്കതിന് താല്പര്യവുമില്ല. കാരണം അവർ നാളെ JNUവിൻ്റെ അകത്ത് നിന്നൊരു ഭീകരാക്രമണം ആസൂത്രണം ചെയ്യില്ല എന്ന് ആര് കണ്ടു? കാരണം ഈ കനയ്യാകുമാറൊക്കെ ഇതിന് മുൻപിൽ വന്നു നിന്ന മണ്ടന്മാരാണ്. ഈ ജിഹാദികൾ ഉപയോഗിക്കുന്ന പ്രയോജനപ്രദമായിട്ടുള്ള വിഡ്ഢികളാണ്. അവരുടെ യൂസ്ഫുൾ ഇഡിയറ്റ്സ് എന്ന് പറയുമല്ലോ, ഉപയോഗമുള്ള വിഡ്ഢികൾ. അത്തരത്തിലുള്ള വിഡ്ഢികൾ മാത്രമാണ്. അതിനും അപ്പുറത്തേക്ക് വലിയ ഭീകരത ഉള്ളിൽ സൂക്ഷിക്കുന്ന, വലിയ വലിയ ഭീകരവാദ ബന്ധങ്ങളുള്ള നിരവധി യുവാക്കൾ, നമ്മുടെ നരേന്ദ്രമോദിജി പറഞ്ഞതുപോലെ 56 വയസ്സൊക്കെയുള്ള യുവാക്കൾ ഇപ്പോഴും JNUവിൻ്റെ അത് കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ സഹായികളും ആരാധകരും മലയാളികളാണ്. അത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല. ഈ ഇടത് ആവാസ വ്യവസ്ഥയിൽ നിന്ന് പോയിട്ടുള്ള കുറേ മാലിന്യങ്ങളുണ്ട്. ആ മാലിന്യങ്ങളാണ് ഈ ജിഹാദികളുടെ ഒരു ആരാധകരും സഹായികളും. അവരിൽ ഈ വാർത്ത എത്തിച്ചേരുമ്പോൾ അവരത് ഉപയോഗിച്ചുണ്ടാക്കാൻ പോകുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് നമുക്കൊന്നും ചിന്തിക്കുവാൻ പോലും കഴിയില്ല. ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്ക് കഴിയും. ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രതിക്രിയകൾ ഇത്തരത്തിലുള്ള വാർത്താ ചാനലുകളെ തേടി എത്തുക തന്നെ ചെയ്യും. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ച് നരേന്ദ്രമോദി സർക്കാർ പരമാവധി അത്തരത്തിലുള്ള നടപടികൾ ഒഴിവാക്കുവാൻ ശ്രമിക്കും. ഇനി അഥവാ ഏതെങ്കിലും നിവൃത്തികെട്ട അവസരത്തിൽ അത്തരത്തിലുള്ള നടപടികൾ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ മിയാലോടുകൾ അത് വേണ്ട കേട്ടോ, അവർ പറഞ്ഞോട്ടെ, പാവം, അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ. അടിസ്ഥാനപരമായി ആലോചിച്ച് നോക്കൂ, ഏതൊരു ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തും ഇന്നലെ രഞ്ജിനി ഹരിദാസിനെ പോലുള്ളൊരു വ്യക്തി നടത്തിയ വ്യാജ പ്രചരണത്തിന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ലോറിയിൽ കല്ലുകൊണ്ടുവന്ന് വിദ്യാർത്ഥികളെ എറിയുകയായിരുന്നു എന്ന് പറഞ്ഞ വ്യാജ പ്രചരണത്തിന് പിടിച്ചകത്തിടേണ്ടതാണ്. അരുന്ധതി റോയെ പോലുള്ളവർ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്വതന്ത്രമായി നടക്കുന്നു. അപ്പോൾ രഞ്ജിനി ഹരിദാസിനെ ഒന്നും നരേന്ദ്രമോദി സർക്കാർ ശ്രദ്ധിക്കുക പോലും ചെയ്യില്ല, മൈൻഡ് പോലും ചെയ്യില്ല എന്നുള്ളതാണ് ജനാധിപത്യത്തിലുള്ള അവരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഈ പറയുന്നത് പോലെ ഏകാധിപതിയായിരുന്നു നരേന്ദ്രമോദിയെങ്കിൽ പിടിച്ചകത്തിടുകയല്ല, ചിലപ്പോൾ ബുള്ളറ്റുകൾ കഥ പറഞ്ഞേനെ, വെടിയുണ്ടകൾ കഥ പറഞ്ഞേനെ, അതായിരുന്നു എന്നെ സംഭവിക്കുക. അത് സംഭവിക്കുന്നില്ലല്ലോ. അത് മാത്രം വെച്ച് പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കുക. ഇവർ പറയുന്നതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥയും വ്യാജ പ്രചരണവും കള്ളങ്ങളും.
അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന് എന്തായാലും വല്ലാത്ത ഒരു അസ്വസ്ഥത പിടികൂടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിന് അവർക്കൊരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്, ബാക്കിയുണ്ട്. ഈ അഭിജിത്ത് ദീപ്കയും പാറ്റകളും കോൺഗ്രസും അഖിലേഷ് യാദവും എല്ലാം കൂടി ചേർന്ന് നരേന്ദ്രമോദിയെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കും. അങ്ങനെ നമുക്ക് വീണ്ടും പഴയ പ്രധാനമന്ത്രിയുടെ വിമാനത്തിൽ കയറി കള്ളും കശുവണ്ടിയുമൊക്കെയായി ലോകം മുഴുവൻ ചുറ്റി നടന്ന് ഭാരതത്തിൻ്റെ സംസ്കാരത്തെ എല്ലാം പുച്ഛിച്ചും അവഹേളിച്ചും ഒക്കെ നടക്കാമെന്നുള്ളൊരു പ്രതീക്ഷ കാണും. ആ പ്രതീക്ഷ വെച്ച് പുലർത്തും, നല്ലതാണ്. എപ്പോഴും ശുഭാപ്തി വിശ്വാസം നല്ലതാണ്, തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ. പക്ഷേ അതിനിടയിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ രാജ്യവിരുദ്ധത അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അവസാനിപ്പിക്കുവാൻ ജനങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കൃത്യമായിട്ട് ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കായികമായിട്ടുള്ള കൈകാര്യം ചെയ്യലൊന്നുമല്ല, വിളിച്ചവരെ അസഭ്യം പറയലുമല്ല. മറ്റ് രീതികളുണ്ട്, ജനാധിപത്യപരമായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഇവർ പറയുന്നല്ലോ ഈ പ്രതിഷേധങ്ങളെല്ലാം ജനാധിപത്യപരമായിട്ടുള്ള മാർഗ്ഗങ്ങളാണെന്ന്. ഏറ്റവും ജനാധിപത്യപരമായിട്ടുള്ള ഒരു മാർഗ്ഗം ഞാൻ ബഹിഷ്കരിക്കുന്നു, വ്യക്തിപരമായി ഞാൻ ബഹിഷ്കരിക്കുന്നു. നിങ്ങൾ ബഹിഷ്കരിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ബഹിഷ്കരിക്കുന്നു എന്നുള്ള തീരുമാനം എടുക്കുവാനുള്ളൊരു സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ആ സ്വാതന്ത്ര്യം നിങ്ങൾ ഉപയോഗിക്കുമോ ഇല്ലയോ? ഈ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പരമാവധി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റ് വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.